കഴിഞ്ഞ ദിവസമാണ് മന്ത്രി റിയാസിന്റെ വാർത്താ സമ്മേളനം കണ്ടത്. ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം നൽകാനാകൂ എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പദവി വരെ വഹിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ മന്ത്രി റിയാസ്. അദ്ദേഹത്തോടുള്ള എന്റെ ഒരു ചോദ്യമാണ്, ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രചാരമുള്ള ഒരു സംരംഭമാണ് പൊതിച്ചോറ്. അത് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റൽ പരിസരത്താണ്. രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒക്കെയാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഏത് തരത്തിലുള്ള ഗുണമേന്മ പരിശോധനയാണ് ഡിവൈഎഫ്ഐ നടത്താറുള്ളത് എന്ന് വിശദീകരിച്ചാൽ വളരെയേറെ ഉപകാരമാകും. വിവിധ രോഗങ്ങൾ ബാധിച്ചു കിടക്കുന്ന മനുഷ്യർക്കുള്ള ഭക്ഷണവും അത്രമേൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. എങ്കിലും വിശപ്പിന്റെ വില അറിയുന്ന, ആവശ്യകത അറിയുന്ന ഒരാൾ പോലും അതിനെ അവിശ്വസിച്ച് കഴിക്കാതിരുന്നിട്ടില്ല. ഈ വിശ്വാസം തന്നെയാണ് വയനാടും ഉണ്ടാകേണ്ടത്. 5-6 ദിവസം വെച്ചു വിളമ്പിയവരിൽ നിന്ന് അപാകതകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ ഇന്നലത്തെ മന്ത്രിയുടെ നിലപാടോടുകൂടി ചേർക്കപ്പെടുന്ന വിഷം അന്ധമായ രാഷ്ട്രീയ വിരോധവും ചീപ്പ് പൊളിറ്റിക്കൽ സ്റ്റാൻഡുമാണ്. അത് അടങ്ങിയ ഭക്ഷണം അകത്ത് കയറിയാൽ പിന്നെ ചുറ്റിലും കാണുക കൊടിയുടെ നിറവും രാഷ്ട്രീയ വിരോധവും മാത്രമായിരിക്കും. ഒരു പകർച്ചവ്യാധി കണക്കെ ജനങ്ങളിലേക്ക് അത് പകരും. പിന്നെ നമ്മൾ ഈ കണ്ട നന്മ നിറഞ്ഞ മനുഷ്യരൊക്കെയും ഈ രോഗത്തിന് അടിമയാകും. അത് നശിപ്പിക്കുക ലോകം കൈയടിച്ച നമ്മുടെ നാടിന്റെ പരസ്പര സാഹോദര്യത്തെയാണ്. അതുകൊണ്ട് അവിടെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ വിഷം കലക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ.